ഈ വിനീത എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വദേശം എവിടാ? എന്റെ നാട് വർക്കലയാണ്. വർക്കല. ഒരു അടിപൊളി സ്ഥലം അല്ലേ? അതെ. അപ്പൊ ഈ വർക്കലക്കാരി വിനീത ഈ ഷോയിലോട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം ആളുകളിലേക്ക് എത്തുന്നത് എങ്ങനെയാ? ഞാൻ ഓ മൈ ഗോഡിലൂടെ അല്ല, ഇപ്പൊ കൂടുതൽ തിരിച്ചറിയുന്ന ഓ മൈ ഗോഡ് ആണ്. പക്ഷേ ഞാൻ സീരിയലിലൂടെയാ വന്നേ. ഓ ശരി ശരി ശരി. 2018-19 ടൈമില് ഞാൻ സീരിയലാ വരുന്നത്. നീലക്കുയിൽ എന്ന് പറയുന്ന സീരിയലാ ഫസ്റ്റ് ഞാൻ അഭിനയിക്കുന്നത്. വന്നത് സബിത ചേച്ചിയുടെ കൂട്ടാണ്. സബിത നായർ എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, എന്റെ ചേച്ചിയാണ്. അപ്പൊ ചേച്ചി വഴിയാ ഞാൻ ഇതിലോട്ട് വന്നത്. ഓ എന്റെ വിചാരം ഓ മൈ ഗോഡിൽ നിന്നാണ് സീരിയലിലോട്ട് പോയത്. അല്ല അല്ല അല്ല. ഓക്കെ ഓക്കെ. ഓ മൈ ഗോഡിലോട്ട് വരുന്നത് എങ്ങനെയാ? പണ്ട് മുതൽ ഇങ്ങനെ പ്രാങ്ക് ചെയ്യുന്ന ഒരു ആളായിരുന്നോ? അല്ലല്ലോ, ഒരിക്കലും അല്ല. എന്നെ പറ്റിക്കാനാണ് എളുപ്പം. പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാരെയും പറ്റിക്കുന്നു. ഇത് പക്ഷെ ആ ക്യാമറയ്ക്ക് മുന്നിൽ കാണുന്ന ആളല്ല കേട്ടോ ഇത്. ഇതൊരു പാവം പിടിച്ച ഒരാള്. അത് നമ്മുടെ ജോബല്ലേ, വർക്കല്ലേ. വർക്ക് നമുക്ക് പറ്റുന്ന പോലെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ഇന്നിപ്പോ സീരിയലുണ്ടോ? സീരിയൽ ചെയ്യുന്നുണ്ട്. സീരിയൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഏഷ്യാനെറ്റില് ഈ പുഴയും കടന്നു സീരിയലാ ചെയ്തോണ്ടിരിക്കുന്ന. നല്ലൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. നെഗറ്റീവ് അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഭയങ്കര സ്നേഹത്തോടാണ്. ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങുമ്പോ പ്രേക്ഷകരുണ്ടല്ലോ, അവര് ഇപ്പം സീരിയൽ ആർട്ടിസ്റ്റ് ആകുമ്പോ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. ഓടി വന്നിട്ട് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട്. കാണുമ്പോ ഒരു അറിയാലോ, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വന്ന് മെല്ലെ വന്ന് ചോദിക്കും, ഇന്ന സീരിയൽ ചെയ്യുന്നതല്ലേ, ഞങ്ങളൊരു സെൽഫി എടുത്തോട്ടെ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്താണെങ്കിലും അല്ലാതെ ഇപ്പോൾ എൻ്റെ കൂടെ രേഖ ചേച്ചി ആര് വരുമ്പോഴും ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഓ മൈ ഗോഡ് അങ്ങനെയല്ല. മറ്റേ റിക്വസ്റ്റ് ആണ്, എടുത്തോട്ടെ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഇതിലാണെങ്കിൽ ഓടി വന്നിട്ട് ഇങ്ങോട്ട് ഓ മൈ ഗോഡിലെ ചേച്ചിയല്ലേ, അപ്പൊ ഞാൻ ഓന്ന് പറയുന്നതില് അവരെല്ലാം കുടുംബത്തില് ഒരാളുണ്ടാവുമല്ലോ, അതുപോലെ വന്ന ഒരു നമ്മളെപ്പോഴും കാണാം. അതെ അതെ അതെ. അങ്ങനെ അവർ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഒട്ടും ഓക്കെ അല്ലാത്ത ടൈമിലൊക്കെ ഇരിക്കും ഇവർ ഓടി വന്ന് ഈ ഹാപ്പി ആയിട്ടേ നമ്മുടെ അങ്ങനെ ഒരു സ്നേഹത്തോടു കൂടി നമുക്ക് തന്നെ ഒരു ഭയങ്കരമായിട്ടൊരു സന്തോഷം വരും. ഞങ്ങളൊക്കെ ഓ മൈ ഗോഡ് കണ്ടു ചിരിക്കുന്നു. വിനീത എന്ത് കണ്ടു ചിരിക്കും? ഞാൻ എന്ത് കണ്ടു ചിരിക്കുമെന്ന് വെച്ചാല്, ഞാൻ ചിരിച്ചുകൊണ്ടാണ് എപ്പോഴും സംസാരിക്കാറുള്ളത്. അത് തന്നെ. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലെത്തിയത്. ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നുള്ള നിലയിലെത്തിയെന്നല്ല ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്ക് ഒരുപാട് പടികൾ ഇങ്ങനെ കയറി വരാൻ ഒത്തിരി അനുഭവങ്ങളുണ്ട്. കുറേയൊക്കെ എനിക്ക് പറയാൻ പറ്റാത്ത അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ അനുഭവങ്ങൾ. അപ്പോൾ അത് വെച്ചിട്ട് ആ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ അനുഗ്രഹം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മരണത്തോട്ട് വരെ പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു. മരിക്കത്തില്ല ഞാൻ, ഇല്ല. എത്ര ഇനി അനുഭവങ്ങൾ വന്നാലും മരിക്കത്തില്ല. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ എനിക്കൊരു മോനുണ്ട്, അവന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇനി എന്ത് അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ മരണം എന്ന് പറയുന്ന ഒരു സാധനം ചൂസ് ചെയ്യത്തില്ല.